പ്രിയപ്പെട്ട കുട്ടികളെ, സ്വദേശ് മെഗാ ക്യൂസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2024 LP വിഭാഗം ഉപജില്ലാ തലത്തിൽ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. മുൻവർഷ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ആത്മകഥ ലോകപ്രസിദ്ധമാണല്ലോ. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയുള്ള കാലഘട്ടമാണ് പരാമർശിക്കുന്നത്? ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ. അതിൽ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയുള്ള കാലഘട്ടമാണ് പരാമർശിക്കുന്നത്? ഉത്തരം 1869 മുതൽ 1921 വരെ. 1869 മുതൽ 1921 വരെ. ജവഹർലാൽ നെഹ്റുവും പിതാവ് മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആരംഭിച്ച പത്രം. ജവഹർലാൽ നെഹ്റുവും പിതാവ് മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആരംഭിച്ച പത്രമാണ് ദ ഇൻഡിപെൻഡൻസ്. ദ ഇൻഡിപെൻഡൻസ്. ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത്? ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത്? ഉത്തരം ജാലിയൻ വാലാബാഗ്. ഗാന്ധിജിയുടെ സമാധിസ്ഥലമായ രാജ്ഘട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്ക്. ഗാന്ധിജിയുടെ സമാധിസ്ഥലം ഏതാണ്? രാജ്ഘട്ട്. രാജ്ഘട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്ക് ഹേ റാം. ഹേ റാം. 1933 ജനനം. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, നാടകകൃത്ത്, സാഹിത്യകാരൻ എന്നീ നിലകളിൽ അതിപ്രശസ്തനായ മലയാളി ആരാണ്? 1933 ജനനം. നോവലിസ്റ്റാണ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, നാടകകൃത്ത്, സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായത് MT വാസുദേവൻ നായർ. ഓടി വിളയാടു പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ഗാനം രചിച്ചതാര്? ഓടി വിളയാടു പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം നടന്ന വർഷം. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം നടന്ന വർഷം ഏതാണ്? 1906 ദക്ഷിണാഫ്രിക്കയിലാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം നടന്നത്. ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ കായിക താരം. ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റൾ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ കായിക താരമാണ് മനു ഭാക്കർ. മനു ഭാക്കർ. 1909 കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ചു. അധ്യാപികയായിരുന്നു. ജോലി ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായി. 1938 രാജമുടുക്കും സഞ്ചരിച്ച് ദേശസേവിക സംഘത്തിൽ വനിതകളെ ചേർത്തു. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഈ ധീരനായിക ആരാണ്? സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഈ ധീരനായിക ആരാണ്? അക്കാമ ചെറിയാൻ. ആരാണ്? അക്കാമ ചെറിയാൻ. ജവഹർലാൽ നെഹ്റു രചിച്ച ഒരു ആത്മകഥ എന്ന കൃതി മറ്റേത് പേരിലും കൂടിയാണ് അറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റു രചിച്ച ഒരു ആത്മകഥ എന്ന കൃതി മറ്റേത് പേരിലും കൂടിയാണ് അറിയപ്പെടുന്നത്? ആൻസർ സ്വാതന്ത്ര്യത്തിലേക്ക്. നെഹ്റു ഗാന്ധി ആദ്യ കൂടിക്കാഴ്ച നടന്നത് ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. ഏത് വർഷമാണ് ലക്നൗ കോൺഗ്രസ് സമ്മേളനം നടന്നത്? നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി ഇരുവരും കണ്ടുമുട്ടിയത്. ഭൂമിയെ വീണ്ടെടുക്കുക, വരൾച്ചയും മരുവൽക്കരണവും ചെറുക്കുക, നമ്മുടെ ഭാവി നമ്മുടെ ഭൂമി. ഇത് ഈ വർഷത്തെ ഏത് ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശമാണ്? ഭൂമിയെ വീണ്ടെടുക്കുക, വരൾച്ചയും മരുവൽക്കരണവും ചെറുക്കുക, നമ്മുടെ ഭാവി നമ്മുടെ ഭൂമി. ഇത് ഏത് ദിനവുമായി ബന്ധപ്പെട്ട സന്ദേശമാണ്? ഉത്തരം പരിസ്ഥിതി ദിനം. റാം മുഹമ്മദ് സിംഗ് ആസാദ്
എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്ന പേര് ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഉദ്ധം സിംഗ്. ഉദ്ധം സിംഗ്. ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. ആരുടേതാണ് ഈ വാക്കുകൾ? ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ പങ്കാളിത്തത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വനിതകളുടെ ചിത്രമാണിത്. ആരാണ് ഈ മഹതി? ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വനിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് ആരുടെ ചിത്രമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഉത്തരം അരുണ ആസഫ് അലി. 2023-24 വർഷത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ കവിത ആരുടേതാണ്? കവിതയ്ക്ക് 2023-24 വർഷത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം കൽപ്പറ്റ നാരായണൻ. കൽപ്പറ്റ നാരായണൻ. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്ന നവംബർ 11 ആരുടെ ജന്മദിനമാണ്? ഉത്തരം മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ്. ഗാന്ധിജിയുടെ അവസാന ജയിൽവാസം പൂനെയ്ക്കടുത്ത് ആഗാഖാൻ ജയിലിൽ ആയിരുന്നല്ലോ. എന്നാൽ ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം എവിടെയായിരുന്നു? ഗാന്ധിജിയുടെ ആദ്യത്തെ ജയിൽവാസമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ജയിൽവാസം ജോഹന്നാസ്ബർഗ്. ജോഹന്നാസ്ബർഗിലാണ് ആദ്യ ജയിൽവാസം. KPCCയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? KPCCയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? KPCCയുടെ ആദ്യ സെക്രട്ടറിയാണ് K. മാധവൻ നായർ. K. മാധവൻ നായർ. ഇപ്പോൾ മ്യൂസിയമായി പ്രവർത്തിക്കുന്ന നെഹ്റുവിൻ്റെ ഡൽഹിയിലെ വസതി. ഇപ്പോൾ മ്യൂസിയമായി പ്രവർത്തിക്കുന്ന നെഹ്റുവിൻ്റെ ഡൽഹിയിലെ വസതിയാണ് തീൻമൂർത്തി ഭവൻ. തീൻമൂർത്തി ഭവൻ. ടൈ ബ്രേക്കർ ചോദ്യമാണ്. 1. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷമാണ് 1930. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് മഹാദേവ ദേശായി. മഹാദേവ ദേശായിയാണ് ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. വിശ്വചരിത്രാവലോകം എന്ന കൃതിയുടെ കർത്താവ് ആര്? വിശ്വചരിത്രാവലോകം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയാണ് ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അൺ ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അൺ ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ജോൺ റസ്കിൻ. ജോൺ റസ്കിനാണ് അൺ ടു ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിക്കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ ബൈ.